ചരിത്രവും വിശ്വാസവും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും എല്ലാം ഇഴചേർന്ന് കിടക്കുന്നതാണ് വടക്കേ മലബാറിലെ ഓരോ നാട്ടിടവഴികളും. ഓരോ നാടിനും പറയാനുള്ളത് വിസ്മയത്തോടെ കേട്ടിരിക്കാവുന്ന 100 കഥകളാണ്. കണ്ണൂർ ജില്ലയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റത്ത് ഏഴിമലയുടെ താഴ്വാരത്തെ ഒരു കൊച്ചു ഗ്രാമമാണ് രാമന്തളി. അവിടുത്തെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കാഴ്ചയാണിത്. മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുന്ന ഒരു മഖാമും അതുപോലെ ഒരു അമ്പലവും. ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും സന്തോഷത്തോടെ അധിവസിക്കുന്നതും ഈ ഒരു സ്ഥലത്താണ്. വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെയുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായിട്ടുള്ള ചില കാഴ്ചകളിലൊന്നാണ് മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു കാഴ്ച. ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മസ്ജിദ്. പോർച്ചുഗീസുകാരോട് പൊരുതി വീരമൃത്യു വരിച്ച 17 രക്തസാക്ഷികളെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അവരോടൊപ്പം തന്നെ സൗഹാർദ്ദപരമായി മതസൗഹാർദ്ദത്തോടെ നിൽക്കുന്ന ഒരു ക്ഷേത്രവും അവിടുത്തെ ആ ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിൽക്കുന്ന ആ ഒരു നാടാണ് ഈ രാമന്തളി. ഈ മക്കാമിൽ അടങ്ങിയിട്ടുള്ളത് ഹസ്രത്ത് പോക്കർ മൂപ്പരുടെ നേതൃത്വത്തിൽ 1524 ആ ഒരു പോരാട്ടം. ആ പോരാട്ടത്തിലെ 17 ശുഹദാക്കളെ അടക്കിയിരിക്കുന്ന മണ്ണാണിത്. ഈ 17 രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയാണ് രാമന്തളി ജുമാ മസ്ജിദിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന 17 ശുഹദാ മക്കാം. പറങ്കികൾ കോട്ടകെട്ടി തമ്പടിച്ച സ്ഥലം കോട്ടപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വീരപോരാളികളുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഏപ്രിൽ ഇവിടെ ഉറൂസ് നടത്താറുണ്ട്. ഈ സ്ഥലത്തെ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത യുദ്ധോപകരണങ്ങൾ ശുഹദാ മക്കാമിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇത് നമുക്കിവിടെ വരുന്നവർക്കെല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും.